ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫീഡിങ് ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, പിന്നെ നെക്കിന് വെക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു ഫീഡിങ് ഫ്രോക്കാണ്. അപ്പം അതിനുള്ള ഇൻവിസിബിൾ സിബുണ്ട്. അപ്പം നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം. അപ്പം നമ്മളൊരു XXL സൈസിലാണ് ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥിരം കസ്റ്റമർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ മെറ്റീരിയൽ ഫുള്ളായിട്ട് നിവർത്തിയിട്ടിട്ട് ഇത് നീളത്തിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യും. പിന്നെ നമ്മളിതിന് ഒന്നുകൂടി അങ്ങനെ തന്നെ നീളത്തിൽ ഇങ്ങനെയും കൂടി ഫോൾഡ് ചെയ്യും. അങ്ങനെ നമ്മളൊരു 4 ഇതിലായിട്ടാണ് 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒന്ന് വെച്ചാലുണ്ടല്ലോ രണ്ടായിട്ട്, അതായത് 2 ഫോൾഡിങ്ങിൽ ഇതുണ്ടോ, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 44.5 ആണ്, 44.5 ഇഞ്ചാണ്. അപ്പോൾ ആ 44.5 ഇഞ്ചിൽ ഞാൻ ആദ്യം ഫസ്റ്റ് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടും. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് 1 ഇഞ്ച് കൂടുതലാണ്, അത് 45.5 ആണ്. അത് മാർക്ക് ചെയ്ത് മടക്കിയിട്ട് കട്ട് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും മാർക്ക് ചെയ്തിട്ട് നമ്മളപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താവേ. ആദ്യം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോള് മാർക്ക് ചെയ്തു, ചെസ്റ്റിൻ്റെ കൂടെയുള്ള സീം അലവൻസും എടുത്തു. ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ മിഡിൽ പോർഷൻ കണ്ടിട്ട് ആം ഹോൾ കർവും വരച്ചു. അപ്പോൾ മെഷർമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ പിന്നെ സ്ലീവ് ആദ്യം അങ്ങ് വെട്ടിമാറ്റും. അതായത് ആം ഹോളിൻ്റെ ഈ കർവിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ആദ്യം സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ആ മെഷർമെൻ്റ് എടുക്കും. മെഷർമെൻ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത് എടുക്കും. സ്ലീവ് ലെങ്ത് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ എന്താ പറയുക, ആ സ്ലീവിൻ്റെ ആ പോർഷൻ അങ്ങനെ നമ്മൾ കർവ് ചെയ്ത് വരച്ചതിന് ശേഷം സ്ലീവ് റൗണ്ടിൻ്റെ വിട്ടെടുത്തിട്ട് സീം അലവൻസും ആഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു XXL സൈസിലാണ്. ഞാൻ സ്ലീവ് റൗണ്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 6.5 + 1.5 എടുത്തിട്ടുണ്ട്. സ്ലീവ് ലെങ്ത് 7 എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഷോൾഡർ നമ്മൾ 7.5 എന്നുള്ള 8 അടയാളപ്പെടുത്തി, ആം ഹോൾ 7.5 അടയാളപ്പെടുത്തി, ചെസ്റ്റ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തി. പിന്നെ നമ്മൾ സിപ്പർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ അത് 4.25 ഇഞ്ച് എടുത്തു. പിന്നെ യോക്കിൻ്റെ ലെങ്ത്ത് 14, പിന്നെ അതിൻ്റെ വണ്ണം, വേസ്റ്റ് വണ്ണം, പിന്നെ പ്ലസ് സീം അലവൻസ്, പിന്നെ ബോട്ടം പോർഷൻ നമ്മളൊരു 1.5 ഇഞ്ച് കയറ്റി ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് എല്ലാ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ നെക്ക് വിത്ത് അടയാളപ്പെടുത്തി, നെക്ക് ലെങ്ത്ത്, പിന്നെ വി ആണ് നമ്മൾ നോർമൽ ഒരു വി അല്ല, ഒരു ചെറിയ കർവ് വന്നിട്ടുള്ള വി ആണ് ഇത്. പിന്നെ സിപ്പർ അറ്റാച്ച് ചെയ്യാനുള്ള ആ ലൈനും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നെക്ക് അടയാളപ്പെടുത്തണം. നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, റൗണ്ട് നെക്കാണ്. പിന്നെ അത് നമ്മൾ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഇത് ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ഹക്കോബ് വൈറ്റ് വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിന് നമ്മളങ്ങനെ ആ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഹക്കോബ വി നെക്കിൽ വന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ്. പിന്നെ ഇത് നമ്മൾ സിബ്ബറിൻ്റെ അത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് നെക്കും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രില്ലെന്ന് പറയുമ്പോൾ 4.5 ഇഞ്ചിൽ 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് വെട്ടി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചു മറിക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ നെക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ്, പിന്നെ ഫ്രണ്ട് പീസ് എല്ലാം കട്ട് ചെയ്തത്, പിന്നെന്ന് വെച്ചാൽ പ്ലീറ്റ് ഫ്രില്ല് വെക്കാനുള്ളത്, പിന്നെ ബാക്കിലുള്ള ടൈ, സ്ലീവ്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു.